ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം. ആംനസ്റ്റിയുടെ പേരും പറഞ്ഞ് ഇന്ത്യയെ പേടിപ്പിക്കാനൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട. ഇന്ത്യ ആരുമായിട്ട് സൗഹൃദം പുലർത്തണം, ആരെ പിന്തുണയ്ക്കണം, ആരുമായിട്ട് പ്രതിരോധ വ്യാപാരം നടത്തണമെന്നൊക്കെ ഇന്ത്യ തീരുമാനിക്കും. ഇന്ത്യയോട് വെറുതെ കളിക്കാൻ വരരുത്. കളി എങ്ങനെയാണെന്ന് ഇന്ത്യ പഠിപ്പിച്ചു തരും. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കാൻ വരരുത് എന്നർത്ഥം. ഇസ്രായേൽ ഞങ്ങളുടെ വിശ്വസ്ത സുഹൃത്താണ്. ആ ബന്ധത്തെ ചോദ്യം ചെയ്യാൻ ഒരു വിദേശ സംഘടനയുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. 2023 ഒക്ടോബറിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലി പ്രതിരോധ കമ്പനികളിലേക്ക് 2596 സൈനിക ഷിപ്മെന്റ്സ് പോയി എന്ന ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ടിയ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഇപ്പോൾ ഇന്ത്യക്കെതിരെ വലിയൊരു പ്രചാരണം നടക്കുകയാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വീഡിയോകൾ, അന്താരാഷ്ട്ര മാധ്യമ വാർത്തകൾ, എല്ലായിടത്തും ഒരേ ചോദ്യം: ഇന്ത്യ എന്തിനാണ് ഇസ്രായേലിനെ ഇങ്ങനെ സഹായിക്കുന്നത്? അതിന് ഇന്ത്യയുടെ മറുപടി വളരെ വ്യക്തമാണ്. ഇന്ത്യ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെന്താണ് പ്രശ്നം? 2000-ഓ 20,000-ഓ ഷിപ്മെന്റ്സ് ആയിക്കോട്ടെ, ഇന്ത്യ സ്വന്തം നിയമങ്ങൾ പാലിച്ച് സ്വന്തം ദേശീയ താല്പര്യം സംരക്ഷിച്ച് ഒരു സൗഹൃദ രാജ്യവുമായിട്ടുള്ള പ്രതിരോധ കരാറുകളുടെ ഭാഗമായിട്ട് സാധനങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തീരുമാനമാണ്, അത് ഞങ്ങളുടെ വ്യാപാരമാണ്, അത് ഞങ്ങളുടെ പ്രതിരോധ ബന്ധമാണ്, അത് ഞങ്ങളുടെ നയതന്ത്രപരമായ പ്രതിബദ്ധതയാണ്. ആംനസ്റ്റിക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് എഴുതാം, വിമർശകർ വീഡിയോ ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇന്ത്യ കുറ്റപ്പെടുത്തുക. പക്ഷേ ഇന്ത്യ ആരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കണം, ആരുമായിട്ട് വ്യാപാരം നടത്തണം, ഏത് രാജ്യത്തിന് എന്ത് കയറ്റുമതി ചെയ്യണമെന്നത് തീരുമാനിക്കാനുള്ള അധികാരം ഒരൊറ്റ ഒരുത്തനും ഇന്ത്യ കൊടുത്തിട്ടില്ല. ഇന്ത്യയുടെ വിദേശ നയം ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ഒന്നുമല്ല. സുഹൃത്തുക്കളെ, നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. അത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അല്ല, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയല്ല, ഇന്ത്യയുടെ പാർലമെന്റ് അല്ല, ഇന്ത്യയുടെ സുപ്രീം കോടതിയുമല്ല. അവരൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതിനെ പരിശോധിക്കാം, അതിലെ വിവരങ്ങൾ വിലയിരുത്താം, ആവശ്യമായിടത്ത് സംശയങ്ങളും ചോദിക്കാം. പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ ഇന്ത്യ കുറ്റവാളിയാണെന്ന രീതിയിൽ വിധി പ്രഖ്യാപിക്കുന്നത് ഒരു കാരണവശാലും ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇന്ത്യയുടെ കയറ്റുമതികൾ നിയമമനുസരിച്ചാണോ എന്ന് തീരുമാനിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ത്യയുടെ അകത്ത് തന്നെ ഉണ്ട്. എൻഡ് യൂസർ പരിശോധനയുണ്ട്, എക്സ്പോർട്ട് ലൈസൻസ് സംവിധാനമുണ്ട്, ഡ്യുവൽ യൂസ് ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുന്ന നിയമങ്ങളുണ്ട്. സർക്കാർ ഏജൻസികളും പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും അതിനായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പുറത്തുള്ള ഒരു സ്വകാര്യ സംഘടനയുടെയും അഭിപ്രായം ഇവിടെ ഇന്ത്യ ചോദിക്കുന്നില്ല. ഇന്ത്യയുടെ പരമാധികാരത്തിന് മുകളിൽ അല്ലതാനും. ആംനസ്റ്റി പറയുന്ന 2596 ഷിപ്മെന്റ് എന്ന സംഖ്യ വലിയൊരു തലക്കെട്ടാണ്. ഇതിന്റെ അർത്ഥം ഇന്ത്യ 2596 കപ്പലുകൾ നിറയെ മിസൈലുകളും ബോംബുകളും ഇസ്രായേലിലേക്ക് അയച്ചു എന്നല്ല. ഒരു ചെറിയ ലോഹ ഘടകം പോലും ഒരു പ്രത്യേക കൺസൈൻമെന്റ് ആയിട്ട് അയച്ചാൽ അതൊരു ഷിപ്മെന്റ് റെക്കോർഡാകും. ഒരേ കമ്പനിക്ക് ഒരേ ഘടകം 100 തവണയായിട്ട് അയച്ചാൽ അത് 100 ഷിപ്മെന്റ് ആകും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമല്ല. ഇതെല്ലാം വലിയ സമ്പൂർണ്ണ ആയുധങ്ങളായിരുന്നു എന്ന് കരുതിയാലും ഇന്ത്യക്ക് എന്ത് പ്രശ്നം? ഇന്ത്യ എന്തിനു ക്ഷമ ചോദിക്കണം? ഇത് ഞങ്ങളുടെ സൗകര്യമാണ് പോയി. നിയമാനുസൃതമായിട്ട് അയച്ചതാണെങ്കിൽ, ഒരു സൗഹൃദ രാജ്യവുമായിട്ടുള്ള കരാറിൻ്റെ ഭാഗമാണെങ്കിൽ, ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് അനുകൂലമാണെങ്കിൽ അത് ചെയ്യാനുള്ള പൂർണ്ണ അവകാശം ഇന്ത്യക്കുണ്ട്. ഇന്ത്യ ഇത്രയധികം അയച്ചോ എന്ന അതിശയ പ്രകടനം കൊണ്ട് ഇന്ത്യ പ്രതിരോധത്തിലാക്കാനായിട്ട് ഇങ്ങോട്ടാരും വരണ്ട. അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സൗകര്യം, അതിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. പക്ഷേ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇങ്ങോട്ട് വേണ്ട. ഇസ്രായേലിനും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ എന്താ നടന്നത്? അതിർത്തി കടന്നെത്തിയ ഹമാസ് ഭീകരന്മാർ ആയിരക്കണക്കിന് സാധാരണക്കാരെ ആക്രമിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൊലപ്പെടുത്തി. നൂറുകണക്കിന് ജനങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി. ഇസ്രായേലി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചു. ഒരു രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു കയറി അവിടുത്തെ പൗരന്മാരെ കൊലപ്പെടുത്തി ബന്ദികളാക്കി കൊണ്ടുപോയ ശേഷം ആ രാജ്യത്തോട് നിങ്ങൾ പ്രതികരിക്കരുത് എന്ന് പറയാൻ ആർക്കാ അവകാശം? അത് എവിടുത്തെ നീതിയാണ്? ഇന്ത്യയിൽ മുംബൈ ഭീകരാക്രമണം നടത്തപ്പോൾ ഇന്ത്യക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. പെഹൽഗാമിലെ നിരപരാധികളെ മതം ചോദിച്ച് തുണി പൊക്കി നോക്കി കൊലപ്പെടുത്തിയപ്പോൾ ഇന്ത്യക്ക് ആക്രമണത്തിൻ്റെ പിന്നിലുള്ള ശൃംഖലയെ നേരിടാനുള്ള അവകാശമുണ്ടായിരുന്നു, നേരിട്ടു. പുൽവാമയിൽ നമ്മുടെ സൈനികരെ കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യക്ക് മറുപടി നൽകാനുള്ള അവകാശമുണ്ടായിരുന്നു, മറുപടി നൽകി. അതേ അവകാശം ഇസ്രായേലിനുമുണ്ട്.
അല്ലാതെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ചില രാജ്യങ്ങൾക്ക് മാത്രം ആരും തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയല്ല. ഓരോ പരമാധികാര രാജ്യത്തിൻ്റെയും അടിസ്ഥാന അവകാശമാണത്. ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിനുള്ളിലായിരിക്കണം, സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കപ്പെടണം എന്ന് ഇന്ത്യയും പറയുന്നുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ പേരിൽ ഇസ്രായേലിൻ്റെ സ്വയം പ്രതിരോധ അവകാശം തന്നെ നിഷേധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇന്ന് ലോകത്ത് കാണുന്ന ഒരു വിചിത്രമായ രാഷ്ട്രീയമാണിത്. ഭീകര സംഘടനയെ ആക്രമിക്കുമ്പോൾ അണ്ണാക്കിൽ പഴം, വലിയ മൗനം. ജനങ്ങളെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ കുറച്ച് പ്രസ്താവനകൾ. റോക്കറ്റുകൾ വർഷിക്കുമ്പോൾ അത്ര വലിയ പ്രചാരണമില്ല. എന്നാൽ ആക്രമിക്കപ്പെട്ട രാജ്യം തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ലോകത്തിലെ കുറേ എണ്ണത്തിൻ്റെ ധാർമ്മിക ബോധം മുഴുവൻ ഇങ്ങ് ഉണർന്നെഴുന്നേക്കും. അപ്പോൾ റിപ്പോർട്ടുകൾ വരും, പ്രതിഷേധങ്ങൾ വരും, ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾ വരും. ആക്രമിക്കപ്പെട്ട രാജ്യത്തിന് ആയുധം നൽകുന്ന സുഹൃത്ത് രാജ്യങ്ങളെയും കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കും. ഭീകരവാദം ആരംഭിച്ചവൻ്റെ ഉത്തരവാദിത്തം മായ്ച്ചു കളഞ്ഞ് അതിനെ നേരിടുന്ന രാജ്യത്തെ മാത്രം പ്രതിയാക്കുന്ന രാഷ്ട്രീയമാണ് ഇത്. ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതം സത്യമാണ്. കുട്ടികളും സ്ത്രീകളും നിരപരാധികളും മരിക്കുന്നത് ദുഃഖകരമാണ്. അത് നിഷേധിക്കുന്നില്ല. പക്ഷേ ഗാസയിലെ ദുരന്തം ചർച്ച ചെയ്യുമ്പോൾ ഹമാസിൻ്റെ ഉത്തരവാദിത്തം മായ്ച്ചു കളയാൻ പറ്റില്ല. സിവിലിയൻ പ്രദേശങ്ങളുടെ ഇടയിൽ ആയുധശേഖരം സ്ഥാപിക്കുക, ജനങ്ങളെ മനുഷ്യകവചമായിട്ട് ഉപയോഗിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒളിച്ചിരുന്ന ആക്രമണങ്ങൾ നടത്തുക, ബന്ദികളെ മോചിപ്പിക്കാതിരിക്കുക, ഇതെല്ലാം മറച്ചു വെച്ച് ഇസ്രായേലിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അത് അംഗീകരിക്കുകയുമില്ല. ഇന്ത്യയെ ചോദ്യം ചെയ്യുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഹമാസിലേക്ക് റോക്കറ്റുകളും ആയുധങ്ങളും പണവും എത്തിക്കുന്ന ശൃംഖലകളെക്കുറിച്ച് ഇതേ ആവേശത്തോടെ എത്ര ഷിപ്മെന്റ് ലെവൽ റിപ്പോർട്ടുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്? ഹിസ്ബുള്ളയിലേക്കും മറ്റ് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളിലേക്കും എത്തുന്ന മിസൈലുകളും ഡ്രോണുകളെയും കുറിച്ച് ഇതേ തോതിൽ പ്രതിഷേധമുണ്ടായോ? പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് ലഭിച്ച ആയുധവും പരിശീലനവും സാമ്പത്തിക സഹായത്തെയും കുറിച്ച് ഇതേ ആഗോള പ്രചാരണം ഇതുവരെ നടന്നിട്ടുണ്ടോ? മുംബൈയിലെ നിരപരാധികളെ കൊലപ്പെടുത്തിയ ഭീകരന്മാർ എവിടുന്നാണ് വന്നത്? പുൽവാമ ആക്രമണത്തിൻ്റെ പിന്നിലുള്ള സംവിധാനങ്ങൾ എവിടെയായിരുന്നു? കശ്മീരിൽ മതം ചോദിച്ച ആളുകളെ കൊലപ്പെടുത്തുന്ന ഭീകരതയുടെ പിന്തുണ നൽകിയവരാരൊക്കെയായിരുന്നു? അത്തരം സംഭവങ്ങളിൽ ആക്രമിക്കപ്പെട്ട ഇന്ത്യയുടെ സുരക്ഷാ അവകാശത്തെക്കുറിച്ച് ഇതേ ശക്തിയിൽ ആരൊക്കെ സംസാരിച്ചു? ഭീകരാക്രമണത്തെ ഒരു വരിയിൽ അപലപിക്കുകയും അതിനുള്ള തിരിച്ചടിയെക്കുറിച്ച് നൂറുകണക്കിന് പേജുകളുടെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്താൽ അത് അംഗീകരിക്കില്ല. അത് തുല്യനീതിയല്ല. ഇന്ത്യ ഇസ്രായേൽ ബന്ധം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതൊന്നുമല്ല. ചിലരിതിനെ ഒരു മതപരമായ കൂട്ടുകെട്ടായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം ദേശീയ സുരക്ഷ, പ്രതിരോധ സാങ്കേതികവിദ്യ, കൃഷി, ജലസംഭരണം, സൈബർ സുരക്ഷ, ഇന്റലിജൻസ് സഹകരണം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്തുള്ളതാണ്. റഡാറുകൾ, ആളില്ലാ വിമാനങ്ങൾ, കൃത്യതയുള്ള ആയുധങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അതിർത്തി നിരീക്ഷണം, കൗണ്ടർ ഡ്രോൺ ടെക്നോളജി, ഇതിലെല്ലാം ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ്. കാർഗിൽ യുദ്ധത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ഇന്ത്യക്ക് ആവശ്യമായ സഹായം നൽകിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ വേദന മനസ്സിലാക്കിയ രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ആ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ ഇന്ത്യ അതുമായിട്ടുള്ള കരാറുകൾ ഉപേക്ഷിക്കണമെന്നാണ് വിമർശകർ പറയുന്നത്. എന്തിനു വേണ്ടി? സോഷ്യൽ മീഡിയയിലെ സമ്മർദ്ദത്തിന് വഴങ്ങാനോ? വെറും ഒരു സ്വകാര്യ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് നേടാനോ? നടക്കില്ല മക്കളെ. ഇന്ത്യ അങ്ങനെ പ്രവർത്തിക്കുന്ന രാജ്യമല്ല. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഉത്തരവാദി ഇന്ത്യ തന്നെയാണ്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യക്കെതിരെ സൈനിക സമ്മർദ്ദം ശക്തമാക്കുന്ന കാലമാണ് ഇത്. പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറത്തെ ഭീകരവാദത്തെ ഒരു നയോപാധിയായിട്ട് ഉപയോഗിക്കുന്നു. ഡ്രോണുകളും സ്മാർട്ട് ആയുധങ്ങളും ഇലക്ട്രോണിക് യുദ്ധവും പുതിയ ഭീഷണികളായിട്ട് ഉയരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഇസ്രായേൽ ബന്ധം അവസാനിപ്പിക്കണമെന്നാണ് ചിലരുടെ ആവശ്യം. അവരോട് ചോദിക്കണം, ഇന്ത്യൻ സൈനികർക്ക് വേണ്ട റഡാറുകൾ നൽകുന്നത് ആംനസ്റ്റിയാണോ? അതിർത്തിയിലെത്തുന്ന ശത്രു ഡ്രോണുകളെ തടയുന്നത് ഈ വിമർശനം പറയുന്നവരാണോ? പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്ന സാങ്കേതികവിദ്യ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ നൽകുമോ? ഇല്ലല്ലോ. റിപ്പോർട്ട് എഴുതാൻ എളുപ്പമാണ്. പക്ഷേ 140 കോടിയിലധികം ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്യം ഇന്ത്യൻ സർക്കാരിനാണ്. അതുകൊണ്ട് യുക്തമായ ഏത് തീരുമാനവും ഇന്ത്യ എടുക്കും. ചൊറിയുന്നവർ മാറിയിരുന്ന് ചൊറിഞ്ഞോളുക. ഇന്ത്യ ഒരു കാലത്തും പാലസ്തീനെ ഉപേക്ഷിച്ചിട്ടില്ല. ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് പാലസ്തീൻ ജനതയെ ഇന്ത്യ എതിർക്കുന്നു എന്നല്ല. ഇന്ത്യ വർഷങ്ങളായിട്ട് പാലസ്തീൻ ജനതയ്ക്ക് വികസന സഹായവും മാനുഷിക സഹായവും മരുന്നുകളും എല്ലാം നൽകുന്നുണ്ട്. സ്വതന്ത്രവും പ്രായോഗികവുമായ ഒരു പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്ന 2 സ്റ്റേറ്റ് സൊല്യൂഷനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങളെ പിന്തുണയ്ക്കുക,
ഗാസയിലെ സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുക, അതോടൊപ്പം ഹമാസ് ഭീകരവാദത്തെ നിരസിക്കുക, ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെയും സ്വയം പ്രതിരോധ അവകാശത്തെയും അംഗീകരിക്കുക, ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ആവശ്യമായ ഇസ്രായേൽ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക. ഇതിൽ ഒരു വൈരുദ്ധ്യവുമില്ല. ഇതാണ് പുതിയ ഇന്ത്യയുടെ പക്വമായ ശരിയായ വിദേശ നയം. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമണാത്മക വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ ചെയ്യുന്നവർക്ക് മറുപടി വളരെ വ്യക്തമാണ്. ഇന്ത്യ ഇസ്രായേലുമായിട്ട് പ്രതിരോധ വ്യാപാരം നടത്തും, ഇനിയും നടത്തും. ഇന്ത്യ ഇസ്രായേലുമായിട്ടുള്ള തന്ത്രപരമായ ബന്ധം തുടരും, ഇനിയും തുടരും. ഭീകരാക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെ ഇന്ത്യ അംഗീകരിക്കും, വേണ്ടി വന്നാൽ സംരക്ഷിക്കും. അതേസമയം സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമം പാലിക്കണമെന്നും ഇന്ത്യ പറയും. പക്ഷേ ഇന്ത്യയുടെ നിയമപരമായ പ്രതിരോധ വ്യാപാരത്തിന് ഇന്ത്യ ആരോടും ക്ഷമ ചോദിക്കില്ല. ആരും ഇങ്ങോട്ട് ചൊറിയാനും വരണ്ട. ആംനസ്റ്റിക്ക് റിപ്പോർട്ട് എഴുതാനുള്ള അവകാശമുണ്ട്, വിമർശകർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശവുമുണ്ട്. പക്ഷേ ഇന്ത്യ ഭരിക്കാനും ഇന്ത്യയുടെ വിദേശ നയം നിർദ്ദേശിക്കാനും ഉപദേശിക്കാനും ആരും ഇങ്ങോട്ട് വരണ്ട. അതിനാർക്കും അവകാശം വിട്ടുകൊടുത്തിട്ടുമില്ല. ഇന്ത്യ ആരുടെയും കോളനിയല്ല. ഇന്ത്യ ആരുടെയും സർട്ടിഫിക്കറ്റിനായിട്ട് കാത്തിരിക്കുന്ന രാജ്യമല്ല. സമ്മർദ്ദം വന്നാൽ സൗഹൃദ രാജ്യങ്ങളെ ഉപേക്ഷിക്കുന്ന രാജ്യവുമല്ല ഇന്ത്യ. ഇന്ത്യയുടെ സുരക്ഷയെക്കുറിച്ച് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ദേശീയ താല്പര്യം നിർവചിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ സൗഹൃദങ്ങളും പ്രതിരോധ ബന്ധങ്ങളും തീരുമാനിക്കുന്നതും ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് അവസാനമായിട്ട് ഒരിക്കൽ കൂടി പറയാം, അത് ഞങ്ങളുടെ ചോയ്സാണ്, അത് ഞങ്ങളുടെ വ്യാപാരമാണ്, അത് ഞങ്ങളുടെ പ്രതിബദ്ധതയാണ്. ഇന്ത്യയുടെ തീരുമാനം അത് തന്നെയാണ് അന്തിമ വാക്ക്. ഭാരത് മാതാ കി ജയ്. വന്ദേ മാതരം.